ആചാര്യനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മഹത് വ്യക്തികളും അതിനുവേണ്ടിയാണ് ഇവിടെ താമസിച്ച് ഈ ഒരു സപ്താഹം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് പറയുമ്പോഴും പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഒരുപോലെ ഫലപ്രദമാണ്. കാരണം വാങ്മയ ശരീരമായ ഈ ഭാഗവതം പറയുന്തോറും കേൾക്കുന്തോറും നമ്മുടെ ഉള്ളിൽ ആ തത്വം ഉറയ്ക്കുന്നു. അങ്ങനെ ഈ ഭഗവാൻ കൃഷ്ണനിലെ തത്വമസി എന്ന് പറയുന്ന ആ തത്വത്തെ, അത് നീ ആകുന്നു, ഈ ഭഗവാൻ ഞാൻ തന്നെയാകുന്നു, എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ആത്മസ്വരൂപമാണ് ഭഗവാൻ എന്ന ബോധം നമുക്ക് കിട്ടുമ്പോൾ മാത്രമാണ് ഭക്തി നമ്മളിൽ പൂർണ്ണ സ്വരൂപത്തിലേക്ക് എത്തുന്നത്. അല്ലാത്തത്തോളം നേരത്തെ പറഞ്ഞ കയ്യിലിരിക്കുന്ന മിഠായിയുടെ ഫലമേ ചെയ്യുകയുള്ളൂ. ഈ വിഗ്രഹം നിങ്ങൾ എത്ര ശ്രദ്ധാപൂർവമാണോ ഇവിടേക്ക് ആനയിച്ചു കൊണ്ടുവന്നത്, അതേ ശ്രദ്ധയോടുകൂടി, അതിനേക്കാൾ ശ്രദ്ധയോടുകൂടി ഈ വിഗ്രഹത്തെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് തൻ്റെ ഹൃദയത്തിലേക്ക് ആവാഹനം ചെയ്ത് ഉറപ്പിക്കുക. നമ്മുടെ എല്ലാ കർമ്മങ്ങളും ആ ഭഗവാനുള്ള, ആ ഈശ്വര തത്വത്തിനുള്ള പൂജയായി മാറട്ടെ. അങ്ങനെ ആ ഭഗവാനുള്ള പൂജ നമ്മുടെ രാമായണത്തിൽ നോക്കിയറിയാം. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും മാനസേ ഭവദ്രൂപം തോമനം ദയാബുധേ എന്ന് പറയുന്നത് മറ്റാരുമല്ല, അഗസ്ത്യ മഹർഷിയാണ്. ഇത് പറയുന്നത് നമുക്ക് വേണ്ടിയാണ്. അത്തരത്തിൽ ഈ പറയുന്ന ഭഗവത് വിഗ്രഹം ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു മൃൺ വിഗ്രഹമാണെങ്കിൽ ഇവിടെ നിന്ന് കിട്ടുന്നത് ജ്ഞാനവിഗ്രഹമാണ്. ആ ജ്ഞാനവിഗ്രഹത്തെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ആവാഹിച്ചുകൊണ്ട് ആ തത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ തത്വത്തിനായിക്കൊണ്ട് മനസാ വാച കർമ്മണ നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾ സമർപ്പിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ പ്രാണൻ അല്ലെങ്കിൽ ജീവൻ ചെന്നു ചേരുന്നത് ആ ഭഗവാന്റെ തൃച്ചേവടികളിലാണ്. അതിനുള്ളൊരു അവസരമാണ് ഈ സപ്താഹ മഹായജ്ഞം എന്ന് പറയുന്നത്. ഇതൊരു യജ്ഞമാണ്. നാം വിഷ്ണു സഹസ്രനാമം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. യജ്ഞി 3 കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. യജ്ഞം ചെയ്യുന്ന ആള്, യജ്ഞം സ്വീകരിക്കുന്ന ആള്, ഇത് 3ഉം ഒന്നായിത്തീരുന്ന അവസ്ഥ. ഈ ഒരു അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരും. കയ്യിലുള്ള ഈ മൃൺ വിഗ്രഹം നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിക്കപ്പെടുമ്പോൾ പിന്നെ നമുക്ക് ഈ പറയുന്ന ദേഹാദി ബ്രഹ്മപര്യന്തമായ എല്ലാ വസ്തുക്കളോടും വിരാഗത നമുക്ക് വരും. നമ്മുടെ കർമ്മങ്ങളെല്ലാം ആ ഭഗവത് വിഗ്രഹത്തിൻ്റെ സമർപ്പണമായി മാറും. കർമ്മങ്ങളിൽ പൂർണ്ണത കൈവരും, നമുക്ക് അഭ്യുന്നതി വരും. അതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അവതാരങ്ങളുടെ ഉദ്ദേശം തന്നെ അതാണ്. അവതരിക്കുക എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് ഇറങ്ങി വരിക എന്നർത്ഥം. എന്തിനാണ് അവതാരം സംഭവിക്കുന്നത്? വസ്തുക്കളിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ജീവാത്മാക്കളുടെ മനസ്സിനെ, ജീവാത്മാക്കളിൽ നമ്മളെല്ലാവരും ആ മനസ്സിനെയാണ് ഉദ്ധരിക്കപ്പെടുന്നത്. ആ മനസ്സിനെ ഉദ്ധരിക്കണമെങ്കിൽ വസ്തുബന്ധത്തിന് അടിമപ്പെടാത്ത ഒരു വ്യക്തി ചൈതന്യം ആവശ്യമാണ്. ആ വ്യക്തി ചൈതന്യമാണ് അവതാരം എന്ന് പറയുന്നത്. ആ വ്യക്തി ചൈതന്യം നമ്മളിൽ വന്നാൽ നമ്മൾ അവതാരമാണ്. അത്രയോട് വരാത്ത വ്യത്യാസം. രാമൻ, കൃഷ്ണൻ ഇതെല്ലാം അവതാരങ്ങളാകുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെയെല്ലാം ഭൗതിക വസ്തുക്കളിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മുടെ മനസ്സിനെ ആ അവസ്ഥയിൽ നിന്ന് ഉദ്ധരിക്കുക. അതാണ് പരിത്രാണായ സാധൂന. പരിത്രാണായ ദുഷ്ടാന എന്ന് പറയുന്നില്ല, സാധുന. അവിടെ സാധു എന്ന് പറയുന്നത് സദ്ഗുണമുള്ളവര്. അതുകൊണ്ട് പറയുന്നത് വിനാശായ ദുഷ്കൃത. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭൗതികമായ
സ്ഥൂല രൂപത്തിലുള്ള വെഷ്ടി ഭാവത്തിൽ അല്ല സമഷ്ടി ഭാവത്തിലും വെഷ്ടിഭാവത്തിലും വ്യക്തിഭാവത്തിലും അവതാരം ചെയ്യുന്നത് ഉത്ഥാന കർമ്മമാണ്. നമ്മളെ ഉയർത്തിയെടുക്കലാണ്. നമ്മൾ വസ്തുബന്ധങ്ങളിൽ കുടുങ്ങി ഞാൻ എൻ്റേത് എന്ന് ചിന്തിച്ചിരിക്കുന്ന എല്ലാ ചിന്തകളും വസ്തുബന്ധങ്ങളാണ്. ഇതിനൊന്നും അതായത് ഒരു കാലത്തിനപ്പുറമില്ല, കാലാതീതമായിട്ടല്ല, കാലത്തിനുള്ളിലാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും നമുക്ക് ആനന്ദം നൽകാൻ പര്യാപ്തമല്ല.